ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചക ജീവിതം 3 ഘട്ടങ്ങളാണ്. പ്രവാചകന്റെ ജീവിതം 3 ഘട്ടങ്ങളാണ്. ആ 3 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആമിന ബീവിയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവാചക പ്രഭു ഭൂജാതരായ സമയം മുതൽ 40 വയസ്സെത്തുന്നത് വരെയുള്ള സമയമാണ്. ആ 40 വയസ്സെത്തുന്നത് വരെ പ്രവാചകന്റെ ജീവിതത്തിൽ ജനിച്ചത് മുതൽ, ജനനം മുതൽ 40ാമത്തെ വയസ്സെത്തുന്നത് വരെ പ്രവാചകനെ അവിടുത്തെ മുശ്രിക്കീങ്ങൾ വിളിച്ചത്, അവിടുത്തെ ബഹുദൈവ വിശ്വാസികൾ വിളിച്ചത്, അവിടുത്തെ സവർണന്മാർ വിളിച്ചത്, അവിടുത്തെ ഫാസിസ്റ്റുകൾ വിളിച്ചത്, അവിടെയുള്ള എല്ലാ മേലാളന്മാരും വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു, അസ്വാദിഖ് എന്നായിരുന്നു, സത്യസന്ധനും വിശ്വസ്തനും എന്ന് പാടിപ്പുകഴ്ത്തിയിരുന്നു. പകല് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ അല്ല ഈ ഉദിച്ചു നിൽക്കുന്നത് 14 രാവിന്റെ പൗർണമിയാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ് പറയുന്നത് എങ്കിൽ അത് കണ്ണടച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായിരുന്നു മക്കയിലുള്ളത്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പ്രവാചകത്വവും റിസാലത്തും നുബുവത്തും ലഭിക്കുന്ന 40 വയസ്സെത്തുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ജനനം മുതൽ നബിതങ്ങളുടെ വളർച്ചയും നബിതങ്ങളുടെ നടത്തവും നബിതങ്ങളുടെ ഇടപെടലും നബിതങ്ങളുടെ ക്രയവിക്രയവും നബിതങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ട് പരിചയമുള്ള മക്കക്കാര് വിളിച്ചത് സാദിഖുൽ മസ്ദൂഖ് എന്നാണ്, അൽ അമീൻ എന്നാണ്. ഇത്രയും വിശ്വസ്തനായ, ഇത്രയും സത്യസന്ധനായ ഒരാള് വേറെ ഇല്ല എന്ന് പാടിപ്പുകഴ്ത്തിയപ്പോൾ പകൽ ഉദിച്ചു നിൽക്കുന്നത് സൂര്യനല്ല ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം അവർക്ക് നിബിധങ്ങളിൽ അത്രയും വിശ്വാസമുണ്ടായിരുന്ന ജീവിതത്തിന്റെ 1ാമത്തെ ഘട്ടം. പടിഞ്ഞാറന്റെ ഏത് പുസ്തകങ്ങളിലും ഈ 40 വയസ്സത്തെ ജീവിതത്തെ പ്രവാചകന്റെ കാലഘട്ടത്തെ വരച്ചു കാണിക്കുന്നത് കാണാൻ കഴിയില്ല. ഇന്ത്യയിലെ ഒരു പുസ്തകത്തിലും അത് കാണാൻ കഴിയില്ല. പ്രവാചകൻ വിശ്വസ്തനും അൽ അമീനുമായിരുന്ന ആ കാലഘട്ടത്തെ സംബന്ധിച്ച് ഒരു എഴുത്തുകാരനും ഇന്ന് വരെ എഴുതി കണ്ടിട്ടില്ല, ഒരു പ്രഭാഷകനും ഇന്ന് പ്രസംഗിച്ച് കണ്ടിട്ടില്ല, ഒരു ചിന്തകനും ചിന്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, ഒരു കവിയും ഒരു കവിത എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് കഴിഞ്ഞ് പ്രവാചകന്റെ ജീവിതത്തിന്റെ 2ാം ഘട്ടം വരികയാണ്. അത് 40ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ജബലുന്നൂറിലെ ഹിറാ ഗുഹരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് നാമൂസ് അഥവാ ജിബ്രീൽ എന്ന മാലാഖ കടന്നു വന്ന് റിസാലത്തിന്റെയും നുബുവത്തിന്റെയും ആ പദവി കൊടുക്കുമ്പോൾ അവിടെ മുതൽ നീണ്ട 13 വർഷക്കാലത്തെ മക്ക കാലഘട്ടത്തെ ജീവിതം പ്രവാചകനുണ്ടായി. ആ 13 വർഷക്കാലം തീച്ചൂളയിൽ അകപ്പെട്ട ജീവിതമായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കപ്പെട്ട കാലമായിരുന്നു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന അതേ ജനത നീ കള്ളനാണെന്ന് വിളിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകനെ സാദിഖ് എന്ന് വിളിച്ചിരുന്ന ജനത നീ സാഹിറാണെന്ന് പറഞ്ഞു, നീ മാരണം ചെയ്യുന്നവനാണെന്ന് പറയുന്നു, നീ ക്ഷുദ്രജീവിയാണെന്ന് പറഞ്ഞു, നീ ശാഇറാണ്, പദ്യം പറയുന്ന ആളാണ്, പദ്യം പാടുന്ന ആളാണ്, ഗായകനാണെന്ന് പറഞ്ഞു, നീ